ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ബൈബിളിലെ സ്നേഹത്തിന്റെ ഏറ്റവും മനോഹരമായ നിർവചനങ്ങളിൽ ഒന്നിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കോരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 4-5 വാക്യങ്ങൾ. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല. യഥാർത്ഥ സ്നേഹം ഒരു ജീവിത രീതിയാണ്. യഥാർത്ഥ സ്നേഹം എങ്ങനെയാണ് എന്നതിന്റെ വ്യക്തമായ ചിത്രം ഈ തിരുവചനം നമുക്ക് വരച്ചു കാട്ടുന്നു. ഇത് വെറുമൊരു വികാരമല്ല, സ്നേഹം ഒരു ജീവിത രീതിയാണ്. നമ്മൾ ദിവസവും ചെയ്യുന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. സ്നേഹം നമുക്ക് എങ്ങനെ ജീവിക്കാനാകും? അങ്ങനെയെങ്കിൽ നമ്മുടെ ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും സമൂഹങ്ങളിലും ഇത്തരത്തിലുള്ള സ്നേഹം നമുക്ക് എങ്ങനെ ജീവിക്കാനാകും? നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. സ്നേഹം ക്ഷമയാണ്. എന്നാൽ കോപത്തിനപ്പുറത്ത് തിരഞ്ഞെടുപ്പ് നടത്തുന്നതാണ് സ്നേഹം എന്നാണ് അതിനർത്ഥം. സ്നേഹത്തിന്റെ ഏറ്റവും കഠിനമായ വശങ്ങളിൽ ഒന്നാണ് ക്ഷമ. വേഗതയേറിയ ഈ ലോകത്ത് കാര്യങ്ങൾ നമ്മുടെ വഴിക്ക് നടക്കാതെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും നിരാശരാകാറുണ്ട്. എന്നാൽ യഥാർത്ഥ സ്നേഹം ദേഷ്യത്തിൽ പ്രതികരിക്കുന്നതിന് പകരം കാത്തിരിക്കാനും കേൾക്കാനും മനസ്സിലാക്കാനും മനസ്സാകുന്നു. സംസാരിക്കാൻ സാവധാനമുള്ളതും കേൾക്കാൻ വേഗമേറിയതുമാണ് സ്നേഹം. തെറ്റുകൾ ക്ഷമിക്കുകയും രണ്ടാമതൊരു അവസരം നൽകുകയും ചെയ്യുക എന്നാണ് ഇതിനർത്ഥം. ദൈവത്തിന്റെ സമയം എപ്പോഴും തികഞ്ഞതാണെന്ന്, ശരിയാണെന്ന് വിശ്വസിക്കുക എന്നാണ് ഇതിനർത്ഥം. നാം ക്ഷമ പരിശീലിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹം നാം പ്രതിഫലിപ്പിക്കുന്നു. കാരണം അവൻ എല്ലാ ദിവസവും നമ്മോട് ക്ഷമ കാണിക്കുന്നു. ദയ എന്നത് ചലിക്കുന്ന സ്നേഹമാണ്. ഇത് ഒരാളുടെ ജീവിതം മികച്ചതാക്കാനുള്ള ചെറിയ ദൈനംദിന തിരഞ്ഞെടുപ്പുകളെ കുറിച്ചാണ്. ഒരു അപരിചിതനോട് ഒരു പുഞ്ചിരി, ഒരു സുഹൃത്തിന് ഒരു പ്രോത്സാഹന വാക്ക്, ആവശ്യമുള്ള ഒരാൾക്ക് നൽകുന്ന ഒരു നിമിഷം. ഈശോ എല്ലാവരോടും ദയ കാണിച്ചു, പ്രത്യേകിച്ച് സമൂഹം മറന്നുകളഞ്ഞവരോട്. അതുപോലെ ചെയ്യാൻ അവൻ നമ്മെയും വിളിക്കുന്നു. സ്നേഹം അസൂയപ്പെടുകയോ അഹങ്കരിക്കുകയോ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അസൂയയും അഹങ്കാരവും ബന്ധങ്ങളെ നശിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കാം. എന്നാൽ സ്നേഹമോ? സ്നേഹം മറ്റുള്ളവരെ താരതമ്യപ്പെടുത്തുന്നതിന് പകരം ആഘോഷിക്കുന്നു. ശ്രദ്ധ ആവശ്യപ്പെടുന്നതിന് പകരം സ്നേഹം നൽകുന്നു. ആത്മാർത്ഥമായി സ്നേഹിക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ വിജയത്തിൽ അസൂയപ്പെടുന്നതിന് പകരം സന്തോഷിക്കുന്നവരാകണം. പ്രശംസ തേടുന്നതിന് പകരം താഴ്മയോടെ സേവിക്കുന്നവരാകണം. മറ്റുള്ളവരെ താഴ്ത്തുന്നതിന് പകരം അവരെ ഉയർത്തുന്നവരാകണം. സ്നേഹം എന്നത് സൗജന്യമായി നൽകുന്നതാണ്, നേട്ടങ്ങൾ സൂക്ഷിക്കുകയല്ല. മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെട്ടവരായി കാണുന്നതിൽ സ്നേഹം സന്തോഷം കണ്ടെത്തുന്നു. നമുക്ക് എങ്ങനെ ദിവസേന യഥാർത്ഥ സ്നേഹത്തിലൂടെ ജീവിക്കാം എന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഇത് എല്ലായ്പ്പോഴും എളുപ്പമല്ല, പക്ഷേ അതെല്ലായ്പ്പോഴും വിലമതിക്കുന്നു. ഈ തിരുവചനം എല്ലാ ദിവസവും നമുക്ക് എങ്ങനെ പ്രയോഗിക്കാം എന്നത് ചിന്തിക്കാം. ഒന്നാമതായി, ക്ഷമ ശീലിക്കുക. പ്രതികരിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ശാന്തമായി ചിന്തിക്കുക. രണ്ടാമത്, ദയ കാണിക്കുക. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ചെറിയ സ്നേഹപ്രവൃത്തികൾ ചെയ്യുക. മൂന്നാമതായി, മറ്റുള്ളവരെ ആഘോഷിക്കുന്നവരാകുക. അവരുടെ വിജയത്തിൽ സന്തോഷിക്കുകയും അവരെ ഉയർത്തുകയും ചെയ്യുക. വിനയത്തോടെ ജീവിക്കുക. അംഗീകാരം തേടാതെ മറ്റുള്ളവരെ സേവിക്കുക. സ്നേഹം വാക്കുകളേക്കാൾ ഉപരിയാണെന്ന് ഇന്നത്തെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അത് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു, ദൈവത്തിന്റെ ഹൃദയത്തെ എങ്ങനെ പ്രതിഫലിപ്പിക്കുന്നു. ഈ സന്ദേശം നിങ്ങളെ പ്രചോദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ വിശ്വാസം നിറഞ്ഞ പ്രോത്സാഹനത്തിനായി വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉറപ്പാക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെയാണ് സ്നേഹവും അനുകമ്പയും പരിശീലിക്കുന്നത്? നന്ദി.